മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജ്യോതിഷ ശാസ്ത്രത്തിൽ ശനിക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഉള്ളത്. പൊതുവെ ശനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഒരു ഭയമായിരിക്കും തോന്നുന്നത്. അതിന് പ്രധാന കാരണം ശനിയുടെ 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെയൊക്കെയുള്ള പ്രഭാവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. പക്ഷേ ഈ വക പ്രഭാവമുള്ള സമയത്തും ചിലർക്ക് പല നേട്ടങ്ങളും ശുഭഫലങ്ങളും ലഭിക്കാറുണ്ട്. ശനിയെക്കുറിച്ച് സാധാരണ ഒരു ധാരണയുള്ളത് ശനി നിൽക്കുന്ന ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നൽകും, പക്ഷേ ദൃഷ്ടി പതിക്കുന്ന ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നുള്ളതാണ്. ഇത് എത്രത്തോളം കറക്റ്റാണ്, എന്തൊക്കെയായിരിക്കും ശനിയുടെ ദൃഷ്ടിഫലങ്ങൾ ഓരോ ഭാവങ്ങളിലും പതിക്കുമ്പോൾ ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ശനിക്ക് 3 ദൃഷ്ടികളാണുള്ളത്. ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും 3, 7, 10 എന്നീ ഭാവങ്ങളിലായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത്. ഇനി നമുക്ക് ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യം ശനി നിങ്ങളുടെ 1-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതികളെക്കുറിച്ച് നോക്കാം. ശനി 1-ൽ നിൽക്കുമ്പോൾ വ്യക്തി അലസതയുള്ളവരും സ്വാർത്ഥികളുമാകുന്നതായിരിക്കും. എങ്കിലും ശനി ബലവാനാണെങ്കിൽ ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും. 1-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി ധൈര്യം, സാഹസം എന്നിവയുടെ സ്ഥാനമായ 3-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് അവരിൽ ധൈര്യക്കുറവ് വരാൻ ഇടയാക്കും. റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ മടി കാണിക്കുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്ക് തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതുമായിരിക്കും. ശനിയുടെ 7-ാം ദൃഷ്ടി 7-ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് ദാമ്പത്യ ജീവിതത്തിൽ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കുന്നതല്ലായിരിക്കും. അതായത് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും. ബിസിനസ്സിനെയും അനുകൂലമായി ബാധിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കളവ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇനി 1-ൽ നിൽക്കുന്ന ശനിയുടെ 10-ാം ദൃഷ്ടി കർമ്മസ്ഥാനത്ത് പതിക്കുമ്പോഴത്തെ സ്ഥിതികൾ നോക്കാം. ശനി നിങ്ങളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ളവർ ആത്മാർത്ഥതയോടെ അധ്വാനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇനി ശനി 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതി നോക്കാം. ശനി 2-ൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വാണി മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കുന്നതായിരിക്കും. കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുവാൻ ഇടയാകും. 2-ൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിഫലങ്ങൾ ഇങ്ങനെയായിരിക്കും. 2-ൽ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് 4-ാം ഭാവത്തിലായിരിക്കും. ഇത് ജീവിതത്തിൽ സുഖസ്ഥിതികളിൽ കുറവ് വരുവാൻ ഇടയാക്കുന്നതായിരിക്കും. മാതാവുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ ഇടയാകുന്നതായിരിക്കും. 2-ൽ നിൽക്കുന്ന ശനിയുടെ 7-ാം ദൃഷ്ടി 8-ലായിരിക്കും പതിക്കുന്നത്. ഇത് മാനസികമായി പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ആയുരാരോഗ്യത്തെയും ബാധിക്കുന്നതായിരിക്കും. സയൻറ്റിസ്റ്റ്, റിസർച്ച് ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം സഫലത ലഭിക്കുന്നതാണ്. ശനി 2-ൽ നിൽക്കുമ്പോൾ 10-ാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് ഇൻകം തീർച്ചയായും വർദ്ധിക്കുമെങ്കിലും അത് മുഴുവനും ചിലവായി പോകുന്നതുമായിരിക്കും. കരിയറിനെയും പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും. ശനി 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. ശത്രുക്കളിൽ വിജയം പ്രാപിക്കുന്നതാണ്. ശനി ശുഭസ്ഥിതിയിലാണെങ്കിൽ സഹോദരങ്ങളുമായി ബോണ്ടിങ് നല്ലതാകുന്നതുമായിരിക്കും. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് 5-ാം ഭാവത്തിലായിരിക്കും. ഇത് വിദ്യാഭ്യാസം, സന്താനം, ലവ് റിലേഷൻ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ സന്താനങ്ങൾക്കും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും.
പ്രേമബന്ധങ്ങളിലുള്ളവർക്കും അതിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും. 3-ൽ നിൽക്കുന്ന ശനിയുടെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് 9-ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി കുറയുന്നതായിരിക്കും. ഭാഗ്യസ്ഥിതികളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതല്ല. 3-ൽ നിൽക്കുന്ന ശനിയുടെ 10-ാം ദൃഷ്ടി പതിക്കുന്നത് 12-ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് ആശുപത്രികളിൽ കയറിയിറങ്ങേണ്ടി വരും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും. ചിലവുകൾ വർദ്ധിക്കുന്നത് കാരണം പൈസയുടെ അഭാവവും അനുഭവപ്പെടുന്നതായിരിക്കും. ഇനി ശനി 4-ൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതി നോക്കാം. ശനി ബലവാനാണെങ്കിൽ സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും. ശനി ബലഹീനനാണെങ്കിൽ മാതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകും. 4-ൽ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് 6-ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. 6-ാം ഭാവം ഋണം, രോഗം, ശത്രു, തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ശനി വിപരീത ഫലങ്ങളായിരിക്കും നൽകുന്നത്. ശത്രുനാശം, കടബാധ്യതകളിൽ ആശ്വാസം, രോഗങ്ങൾക്ക് ശമനം, പ്രൊഫഷണൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നതായിരിക്കും. 4-ൽ നിൽക്കുന്ന ശനിയുടെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് 10-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് നിങ്ങൾ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശുഭഫലങ്ങളും, അല്ലാത്തപക്ഷം അലസതയോടെയും അശ്രദ്ധയോടെയും കാര്യങ്ങൾ ചെയ്യുന്നത് നെഗറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ 10-ാം ദൃഷ്ടി പതിക്കുന്നത് 1-ാം ഭാവത്തിലായിരിക്കും. ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വലിയ മാറ്റങ്ങൾ വരാൻ ഇടയാക്കത്തില്ലെങ്കിലും മാനസികമായി വീക്ക്നെസ് ഉണ്ടാകുന്നതായിരിക്കും. ഇവരിൽ അലസതയും കൂടുതൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. 5-ാം ഭാവത്തിൽ ശനി ശുഭസ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാ വിഷമസ്ഥിതികളെയും മറ്റും ധൈര്യപൂർവ്വം നേരിടുന്നതായിരിക്കും. ശനി ഇവിടെ അശുഭസ്ഥിതിയിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്കും ലവ് റിലേഷനിലുള്ളവർക്കും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. 5-ൽ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് 7-ാം ഭാവത്തിലായിരിക്കും. ഇത് ദാമ്പത്യ ജീവിതത്തിൽ വാക്കുതർക്കങ്ങൾ, സ്വരച്ചേർച്ചയില്ലായ്മ, കലഹങ്ങൾ എന്നിവ വരാൻ ഇടയാക്കും. അതുപോലെ പാർട്ട്ണർഷിപ്പിലും വിള്ളലുകൾ വരാൻ ഇടയാക്കും. അത് സാമ്പത്തിക സ്ഥിതികളെയും മറ്റും ബാധിക്കുന്നതായിരിക്കും. 5-ാം ഭാവത്തിൽ നിന്നും ശനിയുടെ 7-ാം ദൃഷ്ടി ലാഭസ്ഥാനമായ 11-ലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് ഇൻകം ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ അതോടൊപ്പം ചതിവോ വഞ്ചനയോ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുന്നതും, അങ്ങനെ ചെയ്യുന്ന പക്ഷം വന്ന പൈസ മുഴുവനും അതുപോലെ തന്നെ പോവുകയും ചെയ്യുന്നതായിരിക്കും. 5-ലെ ശനിയുടെ 10-ാം ദൃഷ്ടി 2-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ധനസംബന്ധമായ കാര്യങ്ങളിൽ പ്രോബ്ലം വരാൻ ഇടയുണ്ട്. കുടുംബത്തുള്ളവരുമായി ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകും. ഈ സ്ഥിതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നതായിരിക്കും. 6-ൽ ശനി ശുഭസ്ഥിതിയിലാണെങ്കിൽ ശത്രുനാശം, ഋണമുക്തി എന്നിവ സംഭവിക്കുന്നതായിരിക്കും. പക്ഷേ ശനി അശുഭസ്ഥിതിയിലാണ് 6-ൽ നിൽക്കുന്നതെങ്കിൽ വിരോധികളുടെ പ്രഭാവം കൂടുതലുണ്ടാകുന്നതായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നതായിരിക്കും. അവിഹിത ബന്ധങ്ങളിൽ പെടുന്നതുമായിരിക്കും. 6-ൽ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി 8-ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് തന്ത്രമന്ത്ര പൂജാതി കാര്യങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും. ഇൻലോസുമായി ബന്ധം നല്ലതാകുന്നതും അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ശനി 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 7-ാം ദൃഷ്ടി പതിക്കുന്നത് 12-ാം ഭാവത്തിലായിരിക്കും. ചിലവുകൾ വർദ്ധിക്കുന്നത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട്. എങ്കിലും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങളെക്കൊണ്ട് വളരെ ഈസിയായി ചെയ്യാവുന്ന കാര്യത്തിൽ പോലും തെറ്റുകൾ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട്. ശനി 6-ൽ നിൽക്കുമ്പോൾ 10-ാം ദൃഷ്ടി പതിക്കുന്നത് 3-ാം ഭാവത്തിലായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി ഈ സമയത്ത് വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും.
ആത്മധൈര്യത്തിൽ കുറവ് വരുന്നതായിരിക്കും. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ സഫലത ലഭിക്കുകയുള്ളൂ. ഇനി ശനി 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അനുചിതമാകുവാൻ സാധ്യതകളുണ്ട്. വിരോധികളും നിങ്ങളിൽ പ്രഭാവം ചെലുത്തുന്നതായിരിക്കും. പക്ഷേ ശനി ശുഭസ്ഥിതിയിലും ബലവാനുമാണെങ്കിൽ ശത്രുനാശം ഉണ്ടാകുവാനും ജീവിത പങ്കാളിയിൽ നിന്നും ലാഭസ്ഥിതികൾ ലഭിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും. ശനി 7-ൽ നിൽക്കുമ്പോൾ 3-ാം ദൃഷ്ടി പതിക്കുന്നത് 9-ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. കാര്യങ്ങളിൽ തടസ്സങ്ങളും മറ്റും ഉണ്ടാകും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി കുറയുന്നതുമായിരിക്കും. 7-ലെ ശനിയുടെ 7-ാം ദൃഷ്ടി 1-ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് ഈ രാശിക്കാർ അന്യായത്തിനെതിരെ ശബ്ദമുയർത്തുന്നതായിരിക്കും. പക്ഷേ എപ്പോഴും ഒരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നതായിരിക്കും. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്താലോ എന്നുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നതായിരിക്കും. 7-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ 10-ാം ദൃഷ്ടി പതിക്കുന്നത് 4-ാം ഭാവത്തിലായിരിക്കും. ഇത് മാതാവുമായി വാദവിവാദങ്ങളോ കലഹങ്ങളോ മറ്റും വരാൻ ഇടയാക്കും. ഭൂമി, ഭവനം, പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം കുറയുക, അതുപോലെ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്നതായിരിക്കും. കൂടാതെ വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരികയും ചെയ്യും. ഇനി ശനി 8-ൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ നിപുണത ലഭിക്കും. ബുദ്ധിയിൽ വർധനവുണ്ടാകും. എങ്കിലും ഈ സമയത്ത് അലച്ചിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. മന്ത്രതന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. 8-ൽ ശനി അതിബലവാനാണെങ്കിൽ വ്യക്തി സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നതായിരിക്കും. 8-ൽ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് 10-ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് കരിയറിൽ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കൂടുതൽ ഹാനി ചെയ്യത്തില്ലെങ്കിലും മനസ്സിലെപ്പോഴും ഒരു അസ്ഥിരത അനുഭവപ്പെടുന്നതായിരിക്കും. പ്രൊഫഷണൽ രംഗത്തും മാറി മാറി ജോലി ചെയ്യുന്നതായിരിക്കും. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ ഫീൽഡിലോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, മാർക്കറ്റിംഗ് ഫീൽഡിലോ ഒക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. സാമ്പത്തികപരമായും ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനി 8-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 7-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട്. കുടുംബാന്തരീക്ഷവും ടെൻഷനുള്ളതായിരിക്കും. നിങ്ങളുടെ വാണിയിലും പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. 8-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ 10-ാം ദൃഷ്ടി പതിക്കുന്നത് 5-ാം ഭാവത്തിലായിരിക്കും. ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്കും ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. സന്താനപക്ഷത്തെക്കുറിച്ചും ആശങ്കകൾ ഉണ്ടാകുന്നതായിരിക്കും. ഇനി ശനി 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 9-ൽ ശനി നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. നല്ല ഡെയറിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. തടസ്സങ്ങളും മാറിക്കിട്ടും. പക്ഷേ ഏതെങ്കിലും ക്രൂരഗ്രഹത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ പതിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് 11-ാം ഭാവത്തിലായിരിക്കും. ഇത് ജീവിതത്തിൽ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. മൂത്ത സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട്. ശനി 9-ൽ നിൽക്കുമ്പോൾ 7-ാം ദൃഷ്ടി പതിക്കുന്നത് 3-ാം ഭാവത്തിലായിരിക്കും. ഇത് ആത്മധൈര്യത്തിൽ കുറവ് വരുവാൻ ഇടയാക്കുന്നതായിരിക്കും. നിങ്ങളുടെ കൺവിൻസിങ് പവറും കുറയുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ ഇടയുണ്ട്. ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. 9-ാം ഭാവത്തിലെ ശനിയുടെ 10-ാം ദൃഷ്ടി പതിക്കുന്നത് 6-ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് രോഗങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. വിരോധികളുടെ പ്രഭാവം വർദ്ധിക്കുന്നതായിരിക്കും. കടബാധ്യതകളുള്ളവർക്കും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും.
തൊഴിൽ രംഗത്ത് വരുമാനത്തിലും ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും. ഇനി 10ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോഴത്തെ സ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണയായി ശനി 10ൽ നിൽക്കുമ്പോൾ അധികം വിദ്യാഭ്യാസമില്ലാത്തവർ പോലും തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം ഭാഗ്യവും ഇവരോടൊപ്പം ഉണ്ടായിരിക്കും. ശനിയുടെ മേൽ ക്രൂരഗ്രഹങ്ങളുടെ പ്രഭാവമുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കുകയില്ല. ചിലപ്പോൾ ധനനഷ്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. 10ൽ ശനി നിൽക്കുമ്പോൾ 3ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 12ാം ഭാവത്തിലാണ്. ഈ സമയത്ത് മാനസിക സമ്മർദ്ദങ്ങൾ കൂടുന്നതായിരിക്കും. കൂടുതൽ പരിശ്രമം ചെയ്താൽ മാത്രമേ വരുമാനം ലഭിക്കുകയുള്ളൂ. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളും മറ്റും വരുവാനും സാധ്യതകളുണ്ട്. 10ൽ നിൽക്കുന്ന ശനിയുടെ 7ാം ദൃഷ്ടി സുഖസ്ഥാനമായ 4ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടി കൂടുതൽ ചിലവുകൾ ചെയ്യുന്നതായിരിക്കും. മാതാവുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അവരുടെ മേൽ ആരോപണങ്ങളും മറ്റും ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. ശനി 10ൽ നിൽക്കുമ്പോൾ 10ാം ദൃഷ്ടി പതിക്കുന്നത് 7ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. വളരെ ആലോചിച്ചിട്ട് വേണം പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സും മറ്റും തുടങ്ങുവാൻ. ഓൾറെഡി പാർട്ട്ണർഷിപ്പിലുള്ളവർ തമ്മിൽ സംസാരിച്ച് ഒന്നിച്ചു വേണം തീരുമാനങ്ങളും മറ്റും എടുക്കുവാൻ. ഇനി ശനി 11ാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ സമയത്ത് സാമൂഹിക രംഗത്ത് കൂടുതൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് സമയം വളരെ നല്ലതായിരിക്കും. ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും. ശനിയുടെ മേൽ ക്രൂരഗ്രഹങ്ങളുടെ പ്രഭാവമുണ്ടെങ്കിൽ വ്യക്തി സ്വാർത്ഥതയുള്ളവരും അധികം മറ്റുള്ളവരോട് ഇടപെടാത്തവരും ആയിരിക്കും. 11ൽ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി 1ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. പൊതുവെ ശനിയുടെ 3 ദൃഷ്ടികളിൽ 3ാം ഭാവത്തിൽ പതിക്കുന്ന ദൃഷ്ടിയാണ് കൂടുതലും മോശപ്പെട്ടത്. 1ൽ 3ാം ദൃഷ്ടി പതിക്കുമ്പോൾ വ്യക്തി മാനസികമായി ദുർബലനായിരിക്കും. ഇവർ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ അഭിപ്രായം തേടുന്നതായിരിക്കും. സെൽഫ് കോൺഫിഡൻസ് ഇവരിൽ കുറവായിരിക്കും. 11ൽ നിൽക്കുന്ന ശനിയുടെ 7ാം ദൃഷ്ടി പതിക്കുന്നത് 5ാം ഭാവത്തിലാണ്. ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകുന്നതായിരിക്കും. ഇത് അവരുടെ വിദ്യാഭ്യാസം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ, ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകാം. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. പ്രേമബന്ധങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും. 11ൽ നിന്നും ശനിയുടെ 10ാം ദൃഷ്ടി പതിക്കുന്നത് 8ാം ഭാവത്തിലായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. ഇൻലോസുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. അവസാനമായി ശനി 12ാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. ഈ സമയത്ത് ക്രോധത്തിൽ വർധനവുണ്ടാകും. അലസത വരാൻ സാധ്യതകളുണ്ട്. ചിലവുകൾ വർദ്ധിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. 12ൽ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 2ാം ഭാവത്തിലാണ്. ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും മറ്റും വിഷമമായിരിക്കും. ചിലപ്പോൾ സേവ് ചെയ്ത പൈസ പോലും ചിലവഴിക്കേണ്ടി വരും. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത ഉണ്ടാകുന്നതായിരിക്കും. ഇത് കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ മറ്റും ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. കുടുംബസ്വത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. ശനി 12ൽ നിൽക്കുമ്പോൾ 7ാം ദൃഷ്ടി പതിക്കുന്നത് 6ാം ഭാവത്തിലായിരിക്കും. ഇത് ആരോഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കും. വിരോധികൾ നിഷ്ക്രിയരാകുന്നതായിരിക്കും. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ശുഭവാർത്തകൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. 12ൽ നിൽക്കുന്ന ശനിയുടെ 10ാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലായിരിക്കും. ഇത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി കുറയുന്നതായിരിക്കും. ദൂരയാത്രകളിൽ കഷ്ടതകൾ അനുഭവപ്പെടുന്നതുമായിരിക്കും.
ഇതാണ് ശനി 1 മുതൽ 12 വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ശനിയുടെ ശുഭ അശുഭ അവസ്ഥ, മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് ശനിയുടെയും ഗുരുവിൻ്റെയും ദൃഷ്ടി ഒന്നിച്ച് ഒരു ഭാവത്തിൽ പതിക്കുമ്പോൾ ശനിയുടെ പ്രഭാവം കുറയുന്നതും ഗുരുവിൻ്റെ ശുഭപ്രഭാവം വർദ്ധിക്കുന്നതുമായിരിക്കും. ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.